ശ്രീ ജയപ്രസാദ്, ചർച്ചയുടെ തുടക്കത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം ക്രിയാത്മകമായ എന്ത് ചർച്ചയാണ് ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിന്റെ പുറത്ത് നടന്നത് എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ്. പകരം വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുക, ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇങ്ങനെ എത്ര സമയം വേണമെങ്കിലും അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളതിൽ തന്നെയായിരുന്നു LDFനെ സംബന്ധിച്ചിടത്തോളവും UDFനെ സംബന്ധിച്ചിടത്തോളവും ഒരു പ്രധാന അജണ്ട. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് വികസന കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നില്ല എന്നു മാത്രമല്ല, മറ്റു ചില വിഷയങ്ങളിൽ കൂടി അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. വർഗീയത, അത് SDPI, ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ വോട്ട് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് പോലും കൃത്യമായ ഒരു വ്യക്തത ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസിനും CPMനും പറയുവാനും സാധിച്ചില്ല എന്നുള്ളത്. തങ്ങൾക്ക് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായില്ല എന്ന് മാത്രമല്ല, BJPയെ തോൽപ്പിക്കുന്നതിനായി ഏത് വോട്ട് കിട്ടിയാലും തങ്ങൾ സ്വീകരിക്കുമെന്നുള്ളൊരു തൊടുന്യായം കൂടി പൊതുസമൂഹത്തിലേക്ക് വയ്ക്കുകയുണ്ടായി. ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു ഘടകമാകുകയല്ലേ? കാരണം പ്രത്യേകിച്ച് വികസനമൊന്നും എടുത്തു പറയാനില്ല, വർഗീയതയെ കൂട്ടുപിടിക്കുന്നു, അതുമാത്രമല്ല തമ്മിലടി. ഇതെല്ലാം ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതിനും വലതിനും എത്രത്തോളം പ്രതികൂലമാകും? അങ്ങനെ പ്രതികൂലമാകുന്നെങ്കിൽ അവിടെ നിഷ്പക്ഷരായ കുറച്ച് വോട്ടർമാരുടെ വോട്ട് BJPയിലേക്ക് കൃത്യമായി തന്നെ വരും എന്നും താങ്കൾ കരുതുന്നുണ്ട്? ഈ തെരഞ്ഞെടുപ്പില് ഇവിടെ ഇടത് വലത് മുന്നണികളുടെ പ്രതിനിധികൾ അവകാശപ്പെട്ടതുപോലെയുള്ള ജനകീയത അവർക്കില്ല എന്നുള്ളതിന്റെ തെളിവ് ഞാൻ അതിന്റെ രാഷ്ട്രീയം പറയാതെ കണക്കുകൾ നിരത്തി പറയുകയാണ്. അതായത് നമ്മളിപ്പോ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ 2024-ലും 2025-ലും നടന്ന തെരഞ്ഞെടുപ്പുകൾ ഇടത് മുന്നണിയുടെ പോപ്പുലാരിറ്റി ജനപിന്തുണ അളക്കുന്നതിനുള്ള അളവുകോലായിട്ട് ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന തരത്തിൽ ഞാൻ ഉപയോഗിക്കുകയാണ്. അതിൽ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷത്തിന് ലഭിച്ചത് വെറും 33% വോട്ടാണ്. അത് കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ ലോക്സഭയിൽ ഇടതുപക്ഷം പുറകിലേക്ക് പോയി എന്നുള്ള തിയറി വെച്ച് നമുക്ക് അതിനെ ന്യായീകരിക്കാം. പക്ഷേ 25-ലെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചത് 33.6% വോട്ടാണ്. അപ്പൊ എന്തുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇടതുപക്ഷ ജനാധിപത്യ ഭരണകൂടം കഴിഞ്ഞ 10 വർഷമായി ജനക്ഷേമകരമായി ലോകത്തിന് മാതൃകയായി നിൽക്കുന്നതാണ്. തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലനം ഉണ്ടാകേണ്ടത് ലോക്കൽ ബോഡി ഇലക്ഷനിലായിരുന്നു. അപ്പൊ ലോക്കൽ ബോഡി ഇലക്ഷനിൽ CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും ചരിത്രത്തിൽ ആദ്യമായിട്ട് 33.6%ത്തിലേക്ക് താഴ്ന്നു. ലോകസഭയിലും 33% തന്നെയായിരുന്നു. അപ്പൊ ആ തരത്തില് ഭരിക്കുന്ന 10 വർഷത്തെ ഭരണകൂടത്തിന്റെ ജനപിന്തുണ രണ്ട് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അവലോകനം ചെയ്യാം. മറ്റൊന്ന് ഇവിടെ സൂചിപ്പിച്ചു, വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. കേരള നിയമസഭയില് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ കണക്ക് പ്രകാരം 2024-25 അക്കാഡമിക് ഇയറിൽ 4 അഫിലിയേറ്റഡ് കോളേജുകളുള്ള യൂണിവേഴ്സിറ്റിയിലായിട്ട് 45% ഡിഗ്രി സീറ്റുകൾ വേക്കന്റ് ആയി കിടക്കുകയാണ്. അതില് മഹാത്മാഗാന്ധി സർവകലാശാല, കോട്ടയം സർവകലാശാലയിൽ 55% സീറ്റുകൾ വേക്കന്റ് ആണ്. പല കോളേജിലും സയൻസ് വിഷയങ്ങൾ ഉൾപ്പെടെ 4-5 സീറ്റ് മാത്രമാണ് കുട്ടികളുള്ളത്. അപ്പം മലയാളി കുട്ടികൾ വ്യാപകമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നു, വിദേശത്തും പോകുന്നുണ്ടാവും. മറ്റൊന്ന്, കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം വളരെ താഴോട്ട് പോയി. ഡൽഹി യൂണിവേഴ്സിറ്റി 2022 കാലഘട്ടം വരെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ എടുത്തിരുന്നത് മലയാളി കുട്ടികളായിരുന്നു. അതിന്റെ കാരണം +2 ലെവലിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡിഗ്രിക്ക് മാർക്ക് ഉണ്ടാവും. ഡിഗ്രി അഡ്മിഷന് മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഈ പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി യൂണിവേഴ്സിറ്റി എൻട്രൻസ് പരീക്ഷ നടത്തിയപ്പോഴത്തേക്കും കേരളത്തിലെ കുട്ടികൾ വിരലിലെണ്ണാവുന്ന കുട്ടികളായി ചുരുങ്ങി. അപ്പൊ നമ്മുടെ ചില വിദ്യാലയങ്ങളിൽ അവരുടെ സ്ട്രക്ചറലായിട്ട് ബിൽഡിംഗ് തലത്തില് കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവെ നമ്മൾ കോളേജുകളിലും എല്ലാ മേഖലകളിലും ഗസ്റ്റ് അധ്യാപകരെ വെച്ച് മാത്രമാണ് താൽക്കാലിക സംവിധാനത്തിലൂടെയാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസം തകർച്ചയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന്, ആരോഗ്യ മേഖലയിൽ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് രോഗികൾക്ക് മരുന്നോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ സ്റ്റാഫോ ഇല്ല. ഇത് പുതിയ മെഡിക്കൽ കോളേജുകളിലേക്ക് അതിനു വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കോന്നിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെ മാനേജ് ചെയ്ത് അപ്രൂവൽ വാങ്ങുകയും അവിടെ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. മറ്റൊന്ന്, നമ്മുടെ മുഖ്യമന്ത്രി ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു
ആരോഗ്യ മേഖല ആണെങ്കിലും മുഖ്യമന്ത്രി എന്തിനു വേണ്ടിയിട്ടാണ് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നത്? നമ്മുടെ മന്ത്രിമാരും MLA-മാരുടെയും മെഡിക്കൽ റീഇംബേഴ്സ്മെന്റിൽ 90% പ്രൈവറ്റ് ആശുപത്രികളുടെ ബില്ലാണ് പ്രതി കിടക്കുന്നത്. നമ്മുടെ ഒരു ആരോഗ്യമന്ത്രി ആദ്യമായിട്ട് ഈ അടുത്ത കാലത്ത് പരിയാരം മെഡിക്കൽ കോളേജിലൊന്ന് കയറി എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മളുടെ ഭരണകൂടം പൂർണ്ണമായിട്ടും അവഗണിച്ച മേഖലയാണ് നമ്മുടെ ആരോഗ്യരംഗം. അത് അവിടെ നിൽക്കുന്നത്. കോൺഗ്രസിന്റെ അവസ്ഥയിലേക്ക് വന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ 8 ജില്ലകളിലായിട്ട് കോൺഗ്രസിന് ലഭിച്ചത് കേവലം 10 സീറ്റുകളാണ്. അതില് ഞാൻ അതിനകത്ത് പറഞ്ഞ തിരുവനന്തപുരത്ത് 1 സീറ്റാണ് ലഭിച്ചത്, കൊല്ലത്ത് 2 സീറ്റ്, പത്തനംതിട്ടയിൽ 0 ആണ്, ആലപ്പുഴയിൽ 1 സീറ്റ് ലഭിച്ചു, തൃശ്ശൂര് അതുപോലെ 1 സീറ്റാണ് ജയിച്ചത്, വയനാട് 1 സീറ്റ് ജയിച്ചു, കോഴിക്കോടും കണ്ണൂരും 2 സീറ്റുകൾ വീതം ലഭിച്ചു. അപ്പൊ ഈ തരത്തില് കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷം 2 തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പുറകിലേക്ക് പോയി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ വിജയത്തിൽ ഏതാണ്ട് 8 ലക്ഷം വോട്ടിന്റെ വ്യത്യാസം ഇടതു മുന്നണിയും കോൺഗ്രസും തമ്മിലുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ വോട്ടിംഗ് ശതമാനം വെറും 38% ഒതുങ്ങി. അതിന്റെ പ്രധാന കാരണം UDF ലഭിച്ച 8 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 5.5 ലക്ഷം വോട്ട് ഒരു ജില്ലയിൽ നിന്നാണ്, മലപ്പുറത്ത് നിന്നാണ്. 1,41,000 വോട്ട് ലഭിച്ചത് എറണാകുളത്ത് നിന്നാണ്. അതായത് 6,91,000 വോട്ടും ലഭിച്ചത് 2 ജില്ലയിൽ നിന്നാണ്. അപ്പം മറ്റ് ജില്ലകളില് കോൺഗ്രസ്, അതായത് മുസ്ലിം കൺസോളിഡേഷനും ഒരു പരിധിവരെ ന്യൂനപക്ഷ കൺസോളിഡേഷൻ കൊണ്ട് കോൺഗ്രസ് സർവൈവ് ചെയ്യുന്നു. 21 സീറ്റുള്ള കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റ് ജയിച്ചാൽ പോലും അവര് 30 സീറ്റ് അധികമായിട്ട് പിടിച്ചാൽ പോലും 51 സീറ്റേ വരുള്ളൂ. 71 സീറ്റെങ്കിലും 72 സീറ്റെങ്കിലും കേരളത്തിൽ വരണം. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏതെല്ലാം തരത്തിൽ കണക്ക് കൂട്ടിയാലും കോൺഗ്രസിന് കേരളത്തില് ഒരു വിജയകരമായ ഭൂരിപക്ഷത്തിലേക്ക് വരാൻ കഴിയില്ല. കാരണം ആ തരത്തിൽ വരണമെങ്കിൽ അതിന് വലിയൊരു അത്ഭുതം നടക്കണം. മാത്രമല്ല, ഞാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ അഡ്വാൻറ്റേജ് കേരളത്തിലെ ഗവൺമെന്റിനെതിരായ ജനവികാരത്തെ കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അത് 6-7 ജില്ലകൾ, ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ല, 6-7 ജില്ലകളിൽ ഒതുങ്ങി നിൽക്കുക. ഞാനിത് രാഷ്ട്രീയം പറയുകയല്ല, ഇത് വസ്തുതയാണ്. കാരണം കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജില്ലയിൽ 6-7 ജില്ലകളില് കോൺഗ്രസിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും മത്സരം നടക്കുന്നത് BJPയും കോൺഗ്രസും, BJPയും CPM-ഉം തമ്മിലാണ്. അപ്പൊ കഴിഞ്ഞ തവണ CPM ജയിച്ച മണ്ഡലങ്ങളിൽ BJP ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇടതുപക്ഷത്തിൽ നിന്നായിരിക്കും. അതായത് കേരളത്തിൽ BJP നേടിയ വോട്ട് ഷെയറിൽ ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും ഒരുപോലെ നഷ്ടം വന്നെങ്കിലും UDF-നാണ് കൂടുതൽ നഷ്ടം വന്നത്. ഉദാഹരണത്തിന് നമ്മൾ തിരുവനന്തപുരം നഗരത്തിലെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ 2011 കോൺഗ്രസിന് ലഭിച്ചത് 50.6%. അത് 2021 10 വർഷം കൊണ്ട് വട്ടിയൂർക്കാവിലെ വോട്ട്, അതും KPCC പ്രസിഡന്റ് ആയിരുന്ന K മുരളീധരൻ മത്സരിച്ചിട്ട് പോലും വെറും 25%. അതായത് ഓരോ മണ്ഡലത്തിലും നമ്മൾ കണക്കെടുത്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ ഓരോ മണ്ഡലത്തിലും, അതായത് കാട്ടാക്കടയാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും വർക്കലാണ്. ഇപ്പൊ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിച്ചിട്ടും ആറ്റിങ്ങൽ, വർക്കല, കാട്ടാക്കട തുടങ്ങിയ പല നിയോജക മണ്ഡലം കോൺഗ്രസ് 3-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും ഒക്കെയാണ്. ആ തരത്തില് കേരളത്തിലെ ഭരണകൂടത്തിനെതിരായ ജനവികാരം അതിനെ വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസിന്റെ നേതൃത്വം പരാജയപ്പെട്ടു. ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ള സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ചർച്ചയ്ക്ക് അതിന് ഒരു സാധ്യത ഇല്ലാത്തതാണ്. പക്ഷെ ഇവിടെ മുതിർന്ന നേതാക്കളാണ്, അത് ചെന്നിത്തലയാണോ. അപ്പൊ ഈ തരത്തില് ഇത് ഭരണം കിട്ടാതിരുന്നപ്പോൾ ഈ അവസ്ഥയാണെങ്കിൽ ഭരണത്തിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? മറ്റൊന്ന്, ജമാഅത്തെ ഇസ്ലാമി, SDPI പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഇടത് വലത് മുന്നണികൾ മാന്യത കൊടുക്കുന്നു. മറ്റൊന്ന്, ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 27 സംസ്ഥാനങ്ങളിലും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഒന്നിച്ചാണ് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ യുഗത്തിലാണ്. ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് അല്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നിച്ചാണ് കോൺഗ്രസിന്റെയും CPM-ന്റെയും CPI-യുടെയും മുസ്ലിം ലീഗിന്റെയും SDPI-യുടെ ഉൾപ്പെടെയുള്ള പിന്തുണ തമിഴ്നാട്ടിൽ ഒന്നിച്ചാണ്. അപ്പം ഈ തരത്തിൽ എന്തിനാണ് ഇടത് വലത് മുന്നണികൾ കേരളത്തിലെ ജനങ്ങളെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ 2 മുന്നണികളെയും ഒന്നിച്ച് ഭരിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുക. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഹങ് അസംബ്ലി ആയിരിക്കും. അതിനുശേഷം നമ്മൾ 2004 ലോക്സഭയിൽ ഉണ്ടായതുപോലെ UPI മോഡൽ, അത് ഇന്ത്യ അലയൻസോ അല്ലെങ്കിൽ UPI ആ മോഡലിലുള്ള ഒരു ഭരണകൂടം, അത് കേരളത്തിനും ഗുണകരമായിരിക്കും, മുന്നണികൾക്കും ഗുണകരമായിരിക്കും. ഇത് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് രാഷ്ട്രീയമായിട്ട് ദേശീയ തലത്തിലുള്ള വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാതെ രാജ്യം നേരിടുന്ന വിഷയങ്ങളാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിലെ ഒരു 28 ലക്ഷം മലയാളികൾ
വേദന അനുഭവിക്കുകയാണ് ഗൾഫ് നാട്ടില്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു കോടി ആൾക്കാർ അവിടെ കഴിയുന്നുണ്ട്. അതുപോലെയുള്ള വിഷയങ്ങളൊന്നും നമ്മുടെ ഇവിടെ ചർച്ചയെ വരുന്നില്ല. നമ്മുടെ വിഷയത്തിൽ, അതായത് ചെറുപ്പക്കാരുടെ ഇടയിൽ മയക്കുമരുന്ന്, കേരളത്തിലെ ക്രിമിനൽ വൽക്കരണം, ഇതൊന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊന്നും ചർച്ചയ്ക്ക് വരാതെ അനാവശ്യമായ വിവാദങ്ങളിലൂടെ 20 ദിവസം മാത്രമാണ് തിരഞ്ഞെടുപ്പിന് വേണ്ടി നമുക്ക് പ്രചരണത്തിനുണ്ടായിരുന്നത്. ആ 20 ദിവസവും ഇടത് വലത് മുന്നണികൾ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ജനങ്ങൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.